ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്ന് ഡോക്ടർ പറഞ്ഞതോടെ രണ്ടുപേരും മൂഡ് ഓഫാണ്. രണ്ടുപേരും വളരെ സങ്കടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബെഡിൽ തിരിഞ്ഞു കിടക്കുന്നു. സച്ചിക്ക് ഒരു കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ അർച്ചന ഓർക്കുന്നു. സച്ചിയേട്ടൻ ഒരു അച്ഛനാകാൻ കഴിയില്ല എന്നുള്ള സത്യം എൻ്റെ നാവിൽ നിന്ന് ഒരിക്കലും സച്ചിയേട്ടൻ അറിയില്ല എന്ന് അർച്ചന മനസ്സിൽ വിചാരിച്ചപ്പോൾ സച്ചി വിചാരിക്കാണ്, അർച്ചനയെ അത് അറിയിച്ചു കഴിഞ്ഞാൽ പാവം വല്ലാണ്ട് തകർന്നു പോകും. എൻ്റെ കുഴപ്പം കൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതെന്ന് പാവം അവൾ വിശ്വസിച്ചോട്ടെ. വീണ്ടും അർച്ചന വിചാരിക്കുന്നു, അല്ലെങ്കിൽ തന്നെ എന്തിനാ ഞാൻ വിഷമിക്കുന്നത്? എനിക്ക് സച്ചിയേട്ടനും സച്ചിയേട്ടനും ഞാനും ഇല്ലേ? ഈ കാരണം കൊണ്ട് എനിക്ക് സച്ചിയേട്ടനെ വേദനിപ്പിക്കാനോ മറക്കാനോ പറ്റുമോ? സച്ചി വിചാരിക്കുന്നു, അങ്ങനെ മറക്കാനല്ലല്ലോ ഞാൻ അവളെ ഇത്രയും സ്നേഹിച്ചത്. അർച്ചനയില്ലാതെ സച്ചിക്ക് എന്ത് ജീവിതം, എന്ത് സന്തോഷം? അർച്ചന വിചാരിക്കുന്നു, ചില സ്വപ്നങ്ങൾ അങ്ങനെയാണല്ലോ. എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം തരില്ലല്ലോ. തന്നാൽ തന്നെ എന്ത് ജീവിതം? എനിക്ക് സച്ചിയേട്ടനെ കൂടുതലായി സ്നേഹിക്കാൻ ഇനി ഒരു അവസരം കൂടി ദൈവം തന്നതായിരിക്കാം. സച്ചി വിചാരിക്കുന്നു, ഇനിയും ഒരുപാട് എനിക്ക് എൻ്റെ അർച്ചനയെ സ്നേഹിക്കണമെന്ന്. കുഞ്ഞില്ല എന്നുള്ള വിഷമം അവളെ ഒരിക്കലും അറിയിക്കാതെ അവളെ ഒരുപാട് സ്നേഹിക്കണം. അർച്ചന വിചാരിക്കുന്നു, കുഞ്ഞ് എന്നുള്ള കാര്യം സംസാരിക്കാൻ ഒരു സംസാരവും ഞാൻ ഇടവരുത്തില്ല. എപ്പോഴെങ്കിലും സച്ചിയേട്ടൻ എല്ലാം അറിഞ്ഞാൽ എൻ്റെ സ്വപ്നങ്ങൾ കൂടി തകർന്നു എന്ന് പറഞ്ഞ് വിഷമിക്കും. അത് എന്നെ താങ്ങാൻ കഴിയാത്ത വിഷമം തന്നെയാണ്. ഇനി മുന്നോട്ടുള്ള കാലം അർച്ചനയെ എനിക്ക് ചേർത്ത് പിടിക്കണം. ഞങ്ങളുടെ ഇടയിൽ ആരും വരാനില്ല എന്ന ബോധ്യത്തോടെ തന്നെ എനിക്ക് അർച്ചനയെ ഒരുപാട് സ്നേഹിക്കണമെന്ന് സച്ചി മനസ്സിൽ വിചാരിച്ചു. ഞങ്ങളെ ഒരു തരത്തിലും അകറ്റാൻ ആർക്കും കഴിയില്ല എന്ന് അർച്ചനയും വിചാരിക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്ത് രണ്ടുപേരും കിടന്നുറങ്ങുന്നു. രാവിലെ ആയിരിക്കുന്നുണ്ട്. അർച്ചന ഇതുവരെ ഉറക്കം എണീറ്റിട്ടില്ല. സച്ചിയാണെങ്കിൽ അവിടെ കാണുന്നതുമില്ല. രാവിലെ ഉണർന്ന് അർച്ചന അവിടേക്ക് നോക്കിയപ്പോൾ സച്ചിയെ കാണുന്നില്ല. സച്ചിയേട്ടൻ രാവിലെ ഇവിടെ പോയി? ഇനിയിപ്പോൾ ജോഗിങ്ങിന് പോയതായിരിക്കുമോ എന്ന് അർച്ചന വിചാരിക്കുന്നു. എന്നിട്ട് അർച്ചന എണീറ്റ് കുളിച്ച് താഴേക്ക് വന്നപ്പോൾ ഒരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് അർച്ചന കാണുന്നത്. പൂജാമുറിയിൽ അതാ നിൽക്കുന്നു സച്ചി. സച്ചിയാണ് ഇന്ന് കണ്ണൻ്റെ മുന്നിൽ വിളക്ക് തെളിയിക്കുന്നതും കണ്ണന് വേണ്ടി പൂജകൾ നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചന. സച്ചിയേട്ട എന്ന് വിളിച്ച് അർച്ചന അവിടേക്ക് വന്നു. സച്ചിയേട്ടൻ എന്താ പതിവില്ലാതെ എന്ന് ചോദിക്കുന്നു. താനല്ലേ എന്നും വിളക്ക് കൊളുത്തുന്നത്, ഇന്ന് ഞാനാവട്ടെ എന്ന് കരുതി, പ്രാർത്ഥിച്ചോളൂ എന്ന് സച്ചി പറയുന്നു. അങ്ങനെ രണ്ടുപേരും പ്രാർത്ഥിച്ചു നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് കമ്പനിയിൽ. ഇതിലാണ്, ഈ പേപ്പറിലാണ് സാർ സൈൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് നന്ദനെ ഒരു ഫയൽ കാണിക്കുകയാണ് അവിടുത്തെ ഒരു സ്റ്റാഫ്. എന്നിട്ട് അവരവിടെ നിന്നും മടങ്ങുന്നു. അപ്പോഴാണ് അനൂപ് അവിടേക്ക് വരുന്നത് മറ്റൊരു ഫയലുമായിട്ട്. ഇതൊന്ന് നോക്കിയേ, ഞാൻ എത്ര ടാലിയാക്കാൻ നോക്കിയിട്ടും നടക്കുന്നില്ല എന്ന് അനൂപ് പറയുന്നുണ്ട്. നന്ദനും ആ ഫയൽ പരിശോധിക്കുന്നു. അയ്യോ, 1 കോടിയോളം രൂപ വ്യത്യാസമോ? ഇത് കേട്ട് അനൂപ് പറയുന്നു, അതെ, അതാണ് ഞാൻ നന്ദനെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചത്. ഇത്രയും ക്യാഷിൻ്റെ ബില്ലുമില്ല. ഇതിപ്പോൾ ഏത് കണക്കിൽ കൊണ്ടുപോയി കൊള്ളിക്കും? അങ്ങനെ കൊള്ളിക്കേണ്ട അനൂപ്, ഇത്രയും പണം എങ്ങനെ ചിലവായെന്ന് അറിയണ്ടേ എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു, ഞാൻ ചോദിച്ചപ്പോൾ കമ്പനിയിലേക്ക് വേണ്ട മെറ്റീരിയൽസ് വാങ്ങിച്ചതിൻ്റെ ക്യാഷാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ കുറച്ച് മാസം കൊണ്ട് അതിൻ്റെ ബില്ലും തരുന്നില്ലെന്ന്. ബില്ലില്ലാതെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് സൈൻ ചെയ്ത് കൊടുത്തുവെന്ന് അറിയേണ്ടത് എന്ന് അനൂപ് ചോദിച്ചപ്പോൾ ആരാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്ന് നന്ദൻ ചോദിക്കുന്നുണ്ട്. അവന്തികയാണെന്ന് അനൂപും പറഞ്ഞു. ഒരു പ്രോപ്പർ അക്കൗണ്ടൻ്റ് ഇല്ലാത്തതുകൊണ്ട് എല്ലാം താളം തെറ്റി കിടക്കുകയാണ്. പ്രശ്നം ഇതൊന്നുമല്ല. ഈ ഫയലുകളിൽ എല്ലാത്തിലും സേതു അങ്കിളിൻ്റെ സൈൻ വേണം. ഇത്രയും വ്യത്യാസമുള്ള ഫയലുകൾ ഞാനെങ്ങനെയാണ് അങ്കിളിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നത്? അങ്ങനെ കൊടുത്താലും അദ്ദേഹം ചോദിക്കും. ഇത് കേട്ട് നന്ദൻ പറയുന്നുണ്ട്, അനൂപിൻ്റെ കയ്യിലുള്ള ബില്ല് വെച്ച് അനൂപ് ടോട്ടൽ ചെയ്താൽ മതി. എന്നിട്ട് ഇത് ഉറപ്പായും അച്ഛനെ കാണിക്കുകയും വേണം. അദ്ദേഹം ചോദിക്കുമ്പോൾ ഉള്ള കാര്യം പറഞ്ഞാൽ മതി. അങ്ങനെ ഉണ്ടായാൽ അവന്തികയെ അത് ബാധിക്കില്ലേ എന്ന് അനൂപ് പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു, ബാധിക്കട്ടെ, സമാധാനം, അവൾ തന്നെ പറയട്ടെ. അവളുടെ തെറ്റാണെങ്കിൽ പിടിക്കപ്പെടട്ടെ. അതിന് അനൂപ് ടെൻഷനാകേണ്ട കാര്യമില്ല. അനൂപെ, തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഇതും പറഞ്ഞ് ഞാൻ അവന്തികയോട് വഴക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അച്ഛൻ നേരിട്ട് തന്നെ അവന്തികയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. ബിസിനസ്സും കുടുംബവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് അവന്തികയായാലും ഞാനായാലും ശരി എന്ന് പറഞ്ഞ് അനൂപിൻ്റെ കയ്യിൽ ഫയൽ ഏൽപ്പിക്കുകയാണ് നന്ദൻ. അനൂപ് ആ ഫയലുമായി പോയപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുകയാണ് നന്ദൻ. ശേഷം കാണിക്കുന്നത് വൃന്ദാവനത്തിൽ. അനൂപ് ഫയലുകളൊക്കെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. ആമണി അവിടേക്ക് വരുന്നുണ്ട്. അമ്മ പറഞ്ഞു കഴിക്കാൻ വരാൻ. ഇത് കേട്ട് അനൂപ് പറയുന്നുണ്ട്, അമ്മയോട് പറഞ്ഞോളൂ, അമ്മ കഴിച്ചോളാൻ. അച്ഛൻ ഇത് തന്നെ പറയും, സമ്മതിക്കരുതെന്നും കൈയോടെ കൂട്ടിച്ചുകൊണ്ട് ചെല്ലാനും അമ്മ പറഞ്ഞു എന്ന് ആവണി പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു, മോളെ, അച്ഛൻ ഈ ഫയലുകളൊക്കെ നോക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് അച്ഛൻ വന്ന് കഴിച്ചോളാം.
അത് കേട്ട് മീരയും അവിടേക്ക് വന്നു. കൊള്ളാം, നീ അച്ഛനെ കഴിക്കാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കഥയും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണോ? അതിന് ഇദ്ദേഹം വരണ്ടേ? ഞാൻ നിർബന്ധിച്ച് വിളിക്കായിരുന്നു. എന്നൊക്കെ ആവണേ. അനുപേട്ട എഴുന്നേറ്റ് വന്നേ, നീ അച്ഛനും അമ്മയോടെ കാത്തിരിക്കുകയാണെന്ന് മീര പറയുന്നു. ദേ, ഇത് നാളെ തന്നെ ക്ലിയർ ചെയ്ത് സൈൻ വാങ്ങിക്കാനുള്ള ബില്ലാണ്. പക്ഷെ എത്ര ടാലിയാക്കാൻ നോക്കിയിട്ടും നടക്കുന്നില്ല എന്ന് അനൂപ് പറയുന്നു. 1 കോടി രൂപയുടെ വ്യത്യാസമാണ് കാണിക്കുന്നത് എന്ന് അനൂപ് പറഞ്ഞപ്പോൾ ഒരു ഞെട്ടലോടെ 1 കോടി രൂപയോ എന്ന് മീര ചോദിക്കുന്നുണ്ട്. അവിടേക്ക് മാഷും കമലയും വന്നു. ഇവനെ വിളിക്കാൻ ഇങ്ങോട്ട് വന്നവരാരും അങ്ങോട്ട് തിരിച്ചു വന്നില്ല. അതാണ് എന്താ സംഭവം എന്നറിയാൻ ഇങ്ങോട്ട് വന്നതെന്ന് കമല പറയുന്നു. അനുപേട്ടന്റെ കണക്കൊക്കെ തെറ്റി. ഇപ്പോൾ 1 കോടി രൂപയുടെ വ്യത്യാസം ഓഫീസിലുണ്ടെന്ന്. ഇത് കേട്ട് അനൂപ് പറയുന്നു, എന്റെ കണക്ക് തെറ്റിയതല്ല, ആ അവന്തിക ഓഫീസിൽ നിന്ന് അടിച്ചു മാറ്റിയ കാശാ ഇതൊക്കെ. കമ്പനിയിലേക്ക് വരേണ്ട 1 കോടി രൂപയോളം അവന്തിക എടുത്ത് തിരിമറി നടത്തിയിരിക്കുന്നു. ഞാൻ ഈ ഫയലുകളൊക്കെ നോക്കിയപ്പോഴത് മനസ്സിലായത്. ഇത് ഞാൻ ചെന്നതിന് ശേഷമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് എത്രമാത്രം രൂപ അവൾ തട്ടിയെടുത്ത് കാണും. അവനെ അകത്തേക്ക് പറഞ്ഞു പിടിക്കുകയാണ് കമല. എന്നിട്ട് എല്ലാവരും ടെൻഷനും ഞെട്ടലോടെ നിൽക്കുന്നു. എടാ, നീ കണ്ടുപിടിക്കുന്നതും മനസ്സിലാക്കുന്നതും ശരി, നീയായിട്ട് ഇതാരോടും പറയാനൊന്നും പോണ്ട എന്ന് മാഷി പറയുന്നു. സീരുവും നന്ദനും ഒക്കെ അറിഞ്ഞാൽ അവിടെ ഭൂകമ്പം നടക്കുമെന്നും മാഷി പറഞ്ഞപ്പോൾ മീര പറയുന്നു, അതാ അനുപേട്ട, അച്ഛൻ പറഞ്ഞതാ ശരി. അനുപേട്ട മുഖേന അവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അവര് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അതെങ്ങനെയാ മീര? കമ്പനിയിൽ ഇത്രയും വലിയ തിരിമറി നടന്നിട്ട് ഞാൻ എങ്ങനെയാ കണ്ടില്ലെന്ന് നടിക്കുന്നത്? ഇത് തന്നെയല്ലേ എൻ്റെ ജോലി. ഇതിപ്പോൾ ഞാൻ കണ്ടില്ലെന്ന് നടിച്ചാലും എപ്പോഴെങ്കിലും അവരിതൊക്കെ അറിയുമ്പോൾ എന്നോട് തന്നെയല്ലേ ചോദിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ എന്തിനു ഉത്തരം പറയും എന്നൊക്കെ അനൂപ് ചോദിക്കുന്നുണ്ട്. അതിന് ആർക്കും മറുപടിയില്ല. അപ്പോൾ എന്തെങ്കിലും കള്ളം പറയാം. ദേ, അവന്തിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഏതെങ്കിലും വഴിക്ക് അവന്തിക അതിൽ നിന്ന് ഊരും. പിന്നെ അവക്ക് അനൂപേട്ടനോട് ശത്രുതയാവുകയും ചെയ്യും. എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു സ്ത്രീയാണ് അവൾ. ഇത്രയും പൈസയുടെ തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ആലോചിച്ച് നോക്കിയ അവളുടെ ധൈര്യം. ഇതറിയുന്നതോടെ ആ വീട്ടിലുള്ള എല്ലാവരും അവന്തിക്കെതിരെയാകും. ഇതെല്ലാം ഉണ്ടാക്കിയത് അനുപേട്ടൻ കാരണമാണെന്നാവുകയും ചെയ്യും. സ്വസ്ഥതയോടെ ജീവിക്കാൻ അവൾ സമ്മതിക്കില്ല. അതാ ഞാൻ പറയുന്നത്, നമ്മളൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് നടന്നാൽ മതി. എപ്പോഴേലും അവരിതൊക്കെ അറിഞ്ഞ് ചോദിക്കുമ്പോഴല്ലേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് മീര പറയുന്നു. നിനക്കറിയാലോ, അവിടെ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമ്പോൾ തന്നെ അവന്തികയുടെ സംസാരം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ ആ വഴിക്ക് പോകുന്നത് ആരും ചിന്തിക്കേണ്ട എന്ന് കമല. എന്നാൽ അനൂപ് പറയുന്നു, എല്ലാം അറിഞ്ഞിട്ടും ഞാനൊരു ഭീരുവിനെ പോലെ മിണ്ടാതിരിക്കണമെന്നാണോ എല്ലാവരും പറയുന്നത്? എന്നെ അത്രയ്ക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നെല്ലിശ്ശേരിയുള്ളവർ എനിക്ക് ഈ ജോലി തന്നത്. ആ വിശ്വാസം എനിക്ക് സംരക്ഷിച്ചേ പറ്റൂ. എനിക്ക് ആ കമ്പനി നിലനിന്നാൽ മാത്രമേ ഞാൻ അടക്കമുള്ളവർക്ക് ജോലി ഉണ്ടാകൂ. എന്നെന്നും ക്യാഷ് തിരിമറി നടത്തിക്കൊണ്ടിരുന്നാൽ നഷ്ടത്തിലേ പോകൂ കമ്പനി. അവസാനം പൂട്ടിയിടേണ്ട സ്ഥിതിയായിരിക്കും എന്നും അനൂപ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ കാരണം അത് സംഭവിക്കരുത്. നിങ്ങൾ പറഞ്ഞാലും ഞാനത് ചെയ്യില്ല എന്നും അനൂപ് പറയുന്നു. വാങ്ങുന്ന ശമ്പളത്തിനോടുള്ള കൂറും ആത്മാർത്ഥതയും എനിക്ക് കാണിച്ചേ മതിയാകൂ. എല്ലാം ഒന്നുകൂടി മനസ്സിലാക്കിയ ശേഷം അറിയിക്കേണ്ടവരെയൊക്കെ ഞാനിത് അറിയിക്കുമെന്നും അനൂപ് പറയുന്നുണ്ട്. കള്ളൻ കപ്പലിൽ തന്നെയുണ്ടെന്ന് എല്ലാവരും ഒന്നറിയട്ടെ എന്ന് പറഞ്ഞ അകത്തേക്ക് ആ ഫയലുമായി പോവുകയാണ് അനൂപ്. ടെൻഷനോടെ ബാക്കിയുള്ളവരും ഇരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഇതേസമയം നെല്ലിശ്ശേരിയിൽ നന്ദൻ വീട്ടിലേക്ക് വരികയാണ്. നന്ദന്റെ കയ്യിൽ ഒരു ഫയലുണ്ട്. അവന്തികയും അവിടേക്ക് വരുന്നു. നന്ദേട്ടൻ എപ്പോൾ വന്നോ എന്നൊക്കെ അവന്തിക നന്ദനോട് ചോദിക്കുന്നു. എന്നെ ഓഫീസിൽ ആരെങ്കിലും തിരക്കാറുണ്ടോ നന്ദേട്ട എന്ന് നന്ദൻ ചോദിച്ചപ്പോൾ നന്ദൻ പറയുന്നു, ഇന്നാരോ തിരക്കിയായിരുന്നല്ലോ. ഏയ്, ആരും തിരക്കിയില്ല, എനിക്ക് തോന്നിയതാണ്. ഓ, കളിയാക്കിയതാണല്ലേ എന്ന് അവന്തിക. നീ പോയേ എന്ന് പറഞ്ഞ അവന്തികയെ നന്ദൻ പറഞ്ഞു വിടുന്നു. ചായ എടുക്കട്ടെ നന്ദേട്ട എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫയൽ നോക്കാൻ തുടങ്ങുകയാണ് അവന്തിക. ഇങ്ങോട്ട് താടി, നീ എന്തിനാ ഫയൽ എടുക്കുന്നത് എന്ന് പറഞ്ഞ് ആ ഫയൽ പിടിച്ചു വാങ്ങിക്കുകയാണ് നന്ദൻ. ഒരു കാലത്ത് ഞാൻ നോക്കി സൈൻ ചെയ്തിരുന്ന ഫയലുകളാണല്ലോ ഇതെല്ലാം എന്ന് അവന്തിക പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു, നീ നോക്കി സൈൻ ചെയ്ത് കൊടുത്തതിന്റെ ഫലമാണ് ഞാൻ ഇന്ന് വീട്ടിലിരുന്ന് കൂടി ജോലി ചെയ്യേണ്ട അവസ്ഥ വന്നത്. അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഓഫീസ് കാര്യങ്ങളൊന്നും നീ ഇടപെടണ്ട. അതുകൊണ്ട് നിന്റെ സഹായം ഈ വീടിനകത്ത് മതി. ഓഫീസ് കാര്യങ്ങൾ നോക്കാൻ ഞാനും അനൂപും ഉണ്ട്. നീ തൽക്കാലം നല്ലോണം ഒന്ന് റെസ്റ്റ് എടുക്ക. സ്വന്തം ഭാര്യയേക്കാൾ വിശ്വാസം മറ്റുള്ളവരെ ആണല്ലോ എന്ന് അവന്തിക. അതെ, നിന്നെ വിശ്വസിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു കാര്യം പറയേ കേൾക്കട്ടെ. അനൂപും അർച്ചനയും ഒക്കെ ഈ കുടുംബവും ബിസിനസ്സും ഇനിയും വലിയ രീതിയിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാ. എനിക്ക് അവരെ വിശ്വസിക്കാനേ പറ്റൂ എന്ന് നന്ദൻ. വിശ്വസിക്കുകയും നല്ലോണം വിശ്വസിക്കണമെന്നേ ഞാൻ പറയൂ. കാരണം പിന്നീട് അത്രയ്ക്ക് ചതിച്ചു എന്നറിയുമ്പോൾ പിന്നീട് ദേഷ്യം വരണമെങ്കിൽ ഇത്രയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ പറ്റൂ. നന്ദേട്ടൻ നോക്കിക്കോ, ഈ അനൂപ് എന്ന് പറയുന്നവൻ ചതിയനാണ്. ആദ്യം ജോലി കൊടുത്തപ്പോൾ അത് നിരസിച്ചു. രണ്ടാമത് അവൻ്റെ അച്ഛനെയും അമ്മയെയും റെക്കമെൻഡേഷന് വേണ്ടി പറഞ്ഞു വിട്ടു. അതെന്തിനാ? ജോലി വേണ്ടെന്ന ആദ്യത്തെ തീരുമാനം മണ്ടത്തരമായെന്ന് അവന് തന്നെ മനസ്സിലായി. പലിശക്കാരുടെ ഇടയിൽ ജീവിക്കുന്നവർക്ക് പൈസ കാണുമ്പോൾ ഒരു വെപ്രാളം ഉണ്ടാകും. ബാധ്യതകൾ അവനെ കള്ളനാക്കുകയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞത് നന്ദേട്ടൻ ഓർത്തു വെച്ചോ. എന്നെങ്കിലും ഒരു ദിവസം അനൂപ് നമ്മുടെ കുറേ പണവുമായി മുങ്ങി എന്ന വാർത്തയായിരിക്കും. പിന്നെ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവസരം ഇവിടെ ഉള്ളവരല്ലേ ഉണ്ടാക്കി കൊടുക്കുന്നത്.
ഇത് കേട്ട് നന്ദൻ പറയുന്നു, അനൂപിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അത് ഇനിയുള്ള കാര്യമല്ലേ. കമ്പനിയിൽ നിന്നും കുറെ പണത്തിന്റെ തിരിമറി നടന്നിട്ടുണ്ട്, ദേ അതിന്റെ ഫയലായതെന്ന് നന്ദൻ പറയുന്നു. അനൂപ് ഒരു സംശയം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, അപ്പോൾ അതിൽ കുറെ വേരിയേഷൻ കാണുന്നു എന്ന് പറഞ്ഞതും അവന്തികയുടെ മുഖം മാറി. അത് കണ്ടുപിടിക്കാൻ ഞാൻ അനൂപിനോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, നീ ആ ഓഫീസിൽ പോയ സമയത്ത് നീ ഇതൊന്നും കണ്ടില്ലേ? അതോ ഇനി നീയാണോ ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് നന്ദൻ ചോദിക്കുന്നു. ദേ നന്ദേട്ട, ആവശ്യമില്ലാത്ത സ്ഥലത്ത് എൻ്റെ പേര് വലിച്ചിടല്ലേ. ഞാൻ എൻ്റെ കൃത്യമായിട്ടെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. കൂടെ നിൽക്കുന്നവരെ സൂക്ഷിച്ചാൽ മതിയെന്ന് അവന്തിക. എല്ലാം അനൂപ് നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം കൂടെ നിൽക്കുന്നവരാണോ അകലെ നിൽക്കുന്നവരാണോ ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് പറഞ്ഞ ആ ഫയലുമായിട്ട് നന്ദൻ പോയപ്പോൾ അവന്തിക പിന്നെയും ആലോചിച്ച് നിൽക്കുകയാണ്. ശേഷം കാണിക്കുന്നത് ആതിരയുടെ കാലിങ്ങനെ മസാജ് ചെയ്യുകയാണ് സ്നേഹ. കൂട്ടുകാരികളായിരിക്കുന്നവർ ഏട്ടത്തിമാരാകുമ്പോഴുള്ള പ്രശ്നം ഇതാണ്. ഞാൻ ഇത്രയും നേരം കാലത്തിറമി തന്നിട്ടും അത് മനസ്സിലായില്ലേ എന്ന് സ്നേഹ ചോദിക്കുന്നു. ഓ, ആ റിയാക്ഷൻ ആയിരുന്നു നിന്റെ മുഖത്ത്, വളരെ ശോകം കേട്ടോ. നീ കുറച്ചുകൂടി നന്നായിട്ട് അഭിനയിക്കണം. ദേ മിണ്ടാറെ കിടന്നോണം, ഏട്ടത്തിയാണെന്നും ഞാൻ നോക്കില്ല. ഞാൻ അടങ്ങിയിരിക്കണം, നോക്കണ്ട. ദേഷ്യം വന്നാൽ ഞാൻ കച്ചറയാ, വെറും കച്ചറയെന്ന് സ്നേഹ. അപ്പൊ പിന്നെ ദേഷ്യം വരുത്തണ്ട മോള്, നല്ലോണം തിരുമിയാ മതിയെന്ന് ആതിര പറയുന്നു. അവിടേക്ക് സേതു എത്തി. പെട്ടെന്ന് ആതിര കാല് താഴ്ത്തി. സ്നേഹ കാര്യമായി പണിയെടുക്കുന്നുണ്ടല്ലോ. അനിയത്തിമാരായാൽ അങ്ങനെ തന്നെ വേണം. മോള് കിടന്നോളൂ, എഴുന്നേറ്റ് പോയാൽ ഈ അപൂർവ ഭാഗ്യം ചിലപ്പോൾ നഷ്ടപ്പെടും എന്നൊക്കെ സേതു പറയുന്നുണ്ട്. അവിടേക്ക് ഒരു കാറ് വരുന്നു. വന്നിരിക്കുന്നത് അനൂപാണ്. അനൂപോ ഇരിക്കേ എന്ന് സേതു പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു, ഞാൻ വന്നത് അത്യാവശ്യമായി ചില ഫയലുകളിൽ അങ്കിളിന്റെ സൈൻ വേണമായിരുന്നു. അതിനെന്താ, ഇങ്ങെടുക്ക്, ഇപ്പൊ തന്നെ ചെയ്തേക്കാമെന്ന് സേതു പറയുന്നുണ്ട്. അങ്ങനെ അനൂപ് ഫയൽ എടുത്തു. സേതുവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഈ ഫയൽ ഞാൻ എങ്ങനെ സൈൻ ചെയ്യും അനൂപേ? ഇതിലെ കണക്കുകളൊന്നും ശരിയല്ലല്ലോ എന്ന് സേതു പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു, ഞാൻ അതും കൂടി പറയാനാണ് വന്നത്. അങ്കിളും കൂടി കണ്ട് ബോധ്യപ്പെടട്ടെ എന്ന് കരുതി. ഇതൊക്കെ ഞാൻ ചെയ്തതിന് ശേഷം പല പല കമ്പനികളിലായി മെറ്റീരിയൽ എക്സ്പോർട്ട് ചെയ്തതിൻ്റെയൊക്കെ കണക്കാണ്. ഏകദേശം 1 കോടി രൂപയുടെ വ്യത്യാസമാണ് മെറ്റീരിയൽ തന്നെ ഉള്ളത്. അവന്തികയും നന്ദനും ആ സമയം അവിടേക്ക് വരുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.